നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും കേരള PSC നോട്ട്ബുക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഖാദി ബോർഡ് LDCയുടെ 2ാം സ്റ്റേജിൽ നടന്ന പ്രധാനപ്പെട്ട സയൻസ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ഓപ്ഷൻ എ സംവഹനം, ഓപ്ഷൻ ബി ചാലനം, ഓപ്ഷൻ സി വികിരണം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണം വഴിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വികിരണമാണ്. വികിരണം വഴിയാണ് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത്. ഈ വികിരണം എന്ന താപപ്രേഷണത്തിൽ മാധ്യമം ആവശ്യമില്ലാതെയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. വൈദ്യുത കാന്തിക തരംഗങ്ങൾ വഴിയാണ് ഇവിടെ താപോർജ്ജം പ്രേഷണം ചെയ്യപ്പെടുന്നത്. വൈദ്യുത കാന്തിക തരംഗങ്ങളാൽ വികിരണം ചെയ്യപ്പെടുന്ന ഊർജ്ജത്തെ വികിരണോർജ്ജം എന്നാണ് പറയുന്നത്. ഇതിന് മറ്റൊരു ഉദാഹരണമാണ് സൂര്യനിൽ നിന്ന് താപം ഭൂമിയിൽ എത്തുന്നത്. അതുപോലെ തന്നെ കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നതും വികിരണം വഴിയാണ്. അപ്പോൾ വികിരണത്തെ പറ്റി പഠിക്കുമ്പം ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കുക. മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രേഷണ രീതിയാണ് വികിരണം. വൈദ്യുത കാന്തിക തരംഗങ്ങൾ വഴിയാണിവിടെ താപോർജ്ജം പ്രേഷണം ചെയ്യപ്പെടുന്നത്. ഉദാഹരണം എന്താ? സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്നത്. അതുപോലെ തന്നെ കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് ചെറിയ ചൂട് അനുഭവപ്പെടുന്നതിൻ്റെ കാരണവും വികിരണമാണ്. ഇനി നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് സംവഹനം. ഇത് മിക്കപ്പോഴും പരീക്ഷകളിൽ ഓപ്ഷനിലായിട്ടും അല്ലാതെയായിട്ടും ഒക്കെ കാണാറുള്ളതാണ്. സംവഹനം എന്ന് പറഞ്ഞാൽ എന്താ? അതും ഒരു താപപ്രേഷണ രീതി തന്നെയാണ്. ഇവിടെ ദ്രവ്യത്തിൻ്റെ യഥാർത്ഥ ചലനം കൊണ്ടുള്ള താപപ്രേഷണ രീതിയാണ് സംവഹനം. ദ്രവ്യത്തിൻ്റെ യഥാർത്ഥ ചലനം കൊണ്ടുള്ള താപപ്രേഷണ രീതി എന്ന് ചോദിച്ചാൽ സംവഹനമാണ്. ഇവിടെ ഇത് ഫ്ലൂയിഡ്സിൽ മാത്രമേ അല്ലെങ്കിൽ ദ്രവ്യങ്ങളിൽ മാത്രമേ ഈ ഒരു താപപ്രേഷണ രീതി സാധ്യമാകുകയുള്ളൂ. അതായത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന രീതി സംവഹനമാണ്. ഇവിടെ ഈ ദ്രാവകം അല്ലെങ്കിൽ വാതകം അല്ലെങ്കിൽ ദ്രവം ഇതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മൊത്തമായി ഉണ്ടാകുന്ന ചലനം മൂലമാണ് സംവഹനം സാധ്യമാകുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ദ്രവ്യത്തിൻ്റെ യഥാർത്ഥ ചലനം കൊണ്ടുള്ള താപപ്രേഷണ രീതിയാണ് സംവഹനം. ഇത് ദ്രവ്യങ്ങളിൽ അല്ലെങ്കിൽ ലിക്വിഡ്സിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേഷണം ചെയ്യുന്ന രീതി ഏതാ? സംവഹനമാണ്. ഇനി അടുത്ത നമ്മുടെ ഓപ്ഷനിലുള്ളത് ചാലനമാണ്. ചാലനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ അടുത്തടുത്ത 2 ഭാഗങ്ങളുടെ താപനില വ്യത്യാസത്തിൻ്റെ ഫലമായിട്ട് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി. അതായത് 2 വസ്തുക്കൾ അടുത്തിരിക്കുന്നു. ഒരു വസ്തു നന്നായിട്ട് ചൂട് പിടിച്ചതും മറ്റേത് തണുത്തതുമാണെങ്കിൽ ഈ ചൂട് പിടിച്ച വസ്തുവിൽ നിന്നും തണുത്ത വസ്തുവിലേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. അതിനെയാണ് ചാലനം എന്ന് പറയുന്നത്. ഓക്കെ, ചാലനം എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്ത 2 ഭാഗങ്ങൾ, ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ അടുത്തടുത്ത 2 ഭാഗങ്ങളുടെ താപനില വ്യത്യാസത്തിൻ്റെ ഫലമായി താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ഇനി അടുത്ത ചോദ്യം, സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതയല്ലാത്തത് ഏത്? 1. വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. 2. പ്രതിബിംബത്തിൻ്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. 3. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. ഇവിടെ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത്, പ്രതിബിംബത്തിൻ്റെ വലിപ്പം വസ്തുവിനേക്കാൾ അല്പം ചെറുതായിരിക്കും. അതാണ് കറക്റ്റായിട്ടുള്ളത്. പിന്നെ
വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ഇതുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന, വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും, അതുപോലെ പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. ഈ 1ഉം 3ഉം പ്രസ്താവനകളാണ് ഇവിടെ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ അല്ലാത്തത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 1ഉം 3ഉം മാത്രം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ ഉപരിതലം സമതലമായ ദർപ്പണങ്ങളെയാണ് സമതല ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി സമതല ദർപ്പണത്തിന് ഉദാഹരണമാണ്. ഇനി ഈ ദർപ്പണത്തിൽ കോൺകേവ് ദർപ്പണമുണ്ട്, കോൺവെക്സ് ദർപ്പണമുണ്ട്. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? അതാണ് കോൺകേവ് ദർപ്പണങ്ങൾ. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ് കോൺകേവ്. ഇനി പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത് അത് കോൺവെക്സ് ദർപ്പണങ്ങളാണ്. ഓക്കെ, പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ. ഇനി ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദുവിനെ പോൾ എന്നാണ് വിളിക്കുന്നത്. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദുവാണ് പോള്. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ കയറി വരാം, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖയെ മുഖ്യ അക്ഷം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഫോർമുലകൾ നമ്മളോട് പഠിക്കാനായിട്ട് സാധാരണ പറയാറുണ്ട്. അതായത് ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എഫ് ആണെങ്കിൽ ആ ദർപ്പണത്തിൻ്റെ വക്രതാ ആരം, അതായത് ആർ എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായിരിക്കും. എഫ് = r/2. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അതായത് r = 2f എന്ന സമവാക്യം ഉപയോഗിച്ചുള്ള ഗണിത പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ചോദ്യം നോക്കാം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാ ആരം 20 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. അതായത് ഇവിടെ തന്നിരിക്കുന്നത് ആറാണ്, വക്രതാ ആരം 20 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താ? r = 2f എന്നാണ്. ഫോക്കസ് ദൂരമാണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം f = എന്താണ്? r/2 ആണ്. അപ്പോൾ r എന്ന് പറയുന്നത് 20 ആണ്. 20/2 എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഫോക്കസ് ദൂരം. അപ്പോൾ ഇത് സിമ്പിളാണ്, എങ്കിലും ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പം ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അറിയത്തില്ല എന്നും പറഞ്ഞ് നമ്മളിരിക്കും. അതുകൊണ്ട് r = 2f, f = r/2 ഈ ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര? ഓപ്ഷൻ എ 27 1/3 ദിവസം, ഓപ്ഷൻ ബി 28 ദിവസം, ഓപ്ഷൻ സി 24 മണിക്കൂർ, ഓപ്ഷൻ ഡി 27 മണിക്കൂർ. എത്രയാണ്? ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം 27 1/3 ദിവസമാണ്. ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം. ഭ്രമണം എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി ഇങ്ങനെ കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. അങ്ങനെ ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ 27 1/3 ദിവസമാണ് എടുക്കുന്നത്. ഇനി അതുപോലെ പഠിച്ചിരിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് ചന്ദ്രനിൽ നിന്ന് ഉള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. എത്രയാണ്? 1.3 സെക്കൻഡാണ്. അതുപോലെ തന്നെ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്ര? 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ് എന്ന് തരാറുണ്ട്. ഈ രണ്ട് കാര്യങ്ങളോട് പഠിച്ചിരിക്കുക. സൂര്യപ്രകാശം ഭൂമിയിലെത്താനായിട്ട് 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡാണ് വേണ്ടത്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ 1.3 സെക്കൻഡാണ് ആവശ്യം. ഇനി അടുത്ത ചോദ്യം. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏത് തരം ചലനമാണ്? ഓപ്ഷൻ എ ദോലനം, ഓപ്ഷൻ ബി ഭ്രമണം, ഓപ്ഷൻ സി നേർരേഖാ ചലനം, ഓപ്ഷൻ ഡി വർത്തുള ചലനം. ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ
വർത്തുള ചലനം, അതായത് വൃത്താകാര പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ വർത്തുള ചലനമാണ് അവിടെ സംഭവിക്കുന്നത്. അതുപോലെ ഇതിന് മറ്റൊരു ഉദാഹരണമാണ് ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ ആ കല്ലിൻ്റെ ചലനം എന്ന് പറയുന്നതും വർത്തുള ചലനമാണ്. ഇനി നമ്മുടെ ഓപ്ഷനിലുള്ള ദോലനം. ദോലനം എന്ന് പറഞ്ഞാൽ എന്താ? തുലനത്തെ അടിസ്ഥാനമാക്കി ഉള്ള ഒരു വസ്തുവിൻ്റെ ഇരുവശത്തേക്കുമുള്ള ചലനം, അതിനെയാണ് ദോലനം എന്ന് പറയുന്നത്. അതായത് ഊഞ്ഞാലിൻ്റെ ചലനം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനം, അതിനെയാണ് ദോലനം എന്ന് പറയുന്നത്. ഇനി ദ്രുതഗതിയിലുള്ള ദോലനങ്ങളാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? അതിനെ കമ്പനം എന്നും പറയാറുണ്ട്. അപ്പോൾ ദോലനം എന്താണെന്ന് മനസ്സിലായല്ലോ. തുലനത്തെ അടിസ്ഥാനമാക്കി ഒരു വസ്തുവിൻ്റെ ഇരുവശത്തേക്കുമുള്ള ചലനമാണ് ദോലനം. ഉദാഹരണമാണ് ഊഞ്ഞാലിൻ്റെ ചലനം. ഇനി അടുത്തത് ഭ്രമണം. ഭ്രമണം എന്ന് പറഞ്ഞാൽ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനമാണ് ഭ്രമണം. അതായത് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് പറയുന്നത് ഭ്രമണമാണ്. അതുപോലെ കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം ഏതാ? അതും ഭ്രമണമാണ്. ഓക്കെ, കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനത്തെ ഭ്രമണം എന്നും പറയുന്നു. ഇനി നേർരേഖാചലനം. നേർരേഖാചലനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനത്തെ നേർരേഖാചലനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പരിക്രമണമാണ്. പരിക്രമണം എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ പുറത്ത് വരുന്ന ചലനമാണ് പരിക്രമണ ചലനം. അതായത് ഭ്രമണത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ പറഞ്ഞ എന്തായിരുന്നു? കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് ഉള്ളിൽ തന്നെ വരുന്നതാണ് ഭ്രമണം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ പുറത്ത് വരുന്ന ചലനങ്ങളെ പരിക്രമണം എന്ന് പറയുന്നു. അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനമാണ്. അതുപോലെ സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനവും ഏതാണ്? അതും പരിക്രമണ ചലനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഉദാഹരണങ്ങളും കൂടി പഠിച്ചു വെക്കുക. കാരണം ഇതിനകത്ത് ചോദിച്ചത് പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ചിട്ടുള്ള അങ്ങനെ വൃത്തം വരയ്ക്കുമ്പോൾ ഏത് ചലനമാണ്, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഇതും നാളെ ഓരോ ചോദ്യങ്ങളായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ എക്സാമ്പിളും കൂടി പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏത്? ഓപ്ഷൻ എ ജലം, ഓപ്ഷൻ ബി നീരാവി, ഓപ്ഷൻ സി ഐസ്, ഓപ്ഷൻ ഡി മൂന്നിനും തുല്യ ഊർജ്ജമാണ്. ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നീരാവിയാണ്. കാരണം നമുക്ക് ചൂടുവെള്ളത്തിലല്ലാതെ കൈ പൊള്ളുന്നേക്കാളും നമുക്ക് അതിൻ്റെ ആവി തട്ടി ഉള്ള പൊള്ളലാണ് കൂടുതൽ ആഘാതം ഏൽപ്പിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നീരാവി. നമുക്ക് SCERT പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ജലം എന്ന ഭാഗത്ത് പഠിക്കാനുള്ള കുറച്ച് ഫാക്റ്റ് നോക്കാം. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ ജലത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ്? പ്രതലബലമാണ്. അതുപോലെ തന്നെ ജലജീവികൾ ജലോപരിതലത്തിലൂടെ ഇങ്ങനെ നീങ്ങാനായിട്ടുള്ള കാരണവും പ്രതലബലവുമാണ്. ഇനി ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? അത് ഹൈഡ്രജനാണ്. ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഹൈഡ്രജനാണ്. അതുപോലെ തന്നെ ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള താപനില എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉള്ളത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ബേക്കലൈറ്റ്, ഓപ്ഷൻ ബി മെലാമിൻ ഫോർമാൽഡിഹൈഡ്, ഓപ്ഷൻ സി പോളിസ്റ്റർ, ഓപ്ഷൻ ഡി PVC. ഇവിടെ തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണമായി വരുന്നത് ഏതാണ്? PVC ആണ്. തെർമോ പ്ലാസ്റ്റിക്കിന് ഈ തന്നിരിക്കുന്നതിനകത്ത് ഉദാഹരണം PVC ആണ്. അപ്പോൾ നമുക്ക് തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും ഉണ്ട്. അതെന്താണെന്ന് പഠിക്കണം. തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇതിനുദാഹരണമാണ് PVC. എന്താണ്? ചൂടാക്കുമ്പോൾ മൃദുവാകുന്നു,
തണുക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിനെയാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ചൂടാക്കുമ്പോൾ മൃദുവാകുന്നു, തണുപ്പിക്കുമ്പോൾ ഇത് സ്ഥിരമായിട്ട് ദൃഢമാവുന്നു. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിനെയാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുദാഹരണം ഏതൊക്കെയാണ്? ബേക്കലൈറ്റ്, മെലാമിൻ, ഫോർമാൽഡിഹൈഡ് തുടങ്ങിയവ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഇത് 8ാം ക്ലാസ്സിലെ 17ാമത്തെ ചാപ്റ്റർ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ SCERT സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയുന്നതാണത്, നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി ഇലക്ട്രിക് വയർ അതുപോലെ പ്ലംബിംഗ് തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? അത് തെർമോ പ്ലാസ്റ്റിക്കുകളാണ്. തെർമോ പ്ലാസ്റ്റിക്കുകളെയാണ് ഇലക്ട്രിക് വയർ, പ്ലംബിംഗ് തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമ്മൾ പറഞ്ഞല്ലോ, ചൂടാക്കുമ്പോൾ മൃദുവാകുന്നു, തണുപ്പിക്കുമ്പോൾ ദൃഢമാകുന്നു. ഇനി ബേക്കലൈറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? സ്വിച്ച് നിർമ്മിക്കാനാണ് ബേക്കലൈറ്റ് ഉപയോഗിക്കുന്നത്. PVC ഉപയോഗിക്കുന്നത് പ്ലംബിങ്ങിന്. അതുപോലെ പോളിത്തീൻ ഉപയോഗിക്കുന്നത് എന്തിനാ? കണ്ടെയ്നറുകളൊക്കെ നിർമ്മിക്കാനാണ്. മെലാനിൻ, ഫോർമാൽഡിഹൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ടാണ് മെലാനിൻ, ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ് ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ പ്ലാസ്റ്റിക്. ഇനി ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ ആണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം. ഇനി പ്ലാസ്റ്റിക്കിൻ്റെ കനം പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? മൈക്രോൺ എന്ന യൂണിറ്റിലാണ് പ്ലാസ്റ്റിക്കിൻ്റെ കനം പ്രസ്താവിക്കുന്നത്. അതുപോലെ പാചകപാത്രങ്ങളുടെയും മറ്റും കൈപ്പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബേക്കലൈറ്റ് ആണ്. പാചകപാത്രങ്ങളുടെയും മറ്റും കൈപ്പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് നിങ്ങൾ ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റ്സ് ഒക്കെ വേണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്